ഷെയ്ൻ അജിത് കുമാർ 25 വർഷങ്ങൾക്ക് ശേഷം അതേ ടീമുകൾ ഏറ്റുമുട്ടുന്നു. ഇന്ത്യ ആകട്ടെ 12 വർഷമായി ഒരു ഏകദിന കിരീടം ICC നേടിയിട്ട്. രോഹിത്, കോഹ്ലി, ഒരുപിടി യുവതാരങ്ങൾ, പരിചയസമ്പന്നർ. ഇന്ന് ന്യൂസിലാൻഡിനെ മറികടക്കാനുള്ള കെൽപ്പ് ഇന്ത്യൻ ടീമിനില്ലേ? തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യക്ക് തന്നെയാണ് ഫേവറേറ്റ്സ് എന്നാണ് ഞാൻ കാണുന്നത്. 2-3 കാര്യങ്ങളാണ് ഇതിനെ ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ടീം നല്ല സന്തുലിതമാണ്. കൃത്യമായിട്ട് ദുബായ് ഗ്രൗണ്ടിന്റെ പരിചയമുണ്ട്. 4 മത്സരങ്ങൾ നമ്മൾ ദുബായിൽ കളിച്ചതുകൊണ്ട് നമുക്ക് ആ വിക്കറ്റ് വളരെ നന്നായിട്ട്, കാരണം 2-3 ടൈപ്പ് വിക്കറ്റാണ്. അപ്പൊ ഞാൻ ഏറ്റവും അവസാനം അറിഞ്ഞത് നമ്മൾ പാകിസ്ഥാനായിട്ട് മത്സരിച്ച ആ വിക്കറ്റിലാണ് ഈ കളി നടക്കാൻ പോകുന്നതാണ്. അതൊരു 2 പേസ്ഡ് ആയിരുന്നു, പക്ഷെ സ്പിന്നിനായിരുന്നു കൂടുതൽ യോജിച്ചത്. നന്നായിട്ടറിയാം, പാകിസ്ഥാൻ മത്സരം നമ്മൾ വളരെ ഗംഭീരമായിട്ടാണ് ജയിച്ചത്. അപ്പൊ ആ വിക്കറ്റിലാണ് നടക്കാൻ പോകുന്നത് എന്നൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ വിക്കറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്പിന്നർമാർക്ക് കൂടുതൽ ആനുകൂല്യം ഉണ്ടാവും. ഇന്ന് ശരിക്കും കളിക്കാൻ നടക്കാൻ പോകുന്നത് ന്യൂസിലാൻഡ് ബാറ്റ്സ്മാൻ വേഴ്സസ് ഇന്ത്യൻ സ്പിന്നേഴ്സ് ആണ്. ന്യൂസിലാൻഡ് മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ന്യൂസിലൻഡിലെ സ്പിന്നർ ബാറ്റ്സ്മാൻമാർക്ക് സ്പിന്നിനോട് കൂടുതൽ എന്താ പറയുക, കളിക്കാനുള്ള ഒരു വൈദഗ്ധ്യമുണ്ട്. പക്ഷെ എന്നാലും ഒരു ഈ ന്യൂസിലൻഡിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരിപ്പോ ഒരു തോൽവിക്ക് ശേഷമാണ് ഇന്ത്യയെ നേരിടുന്നത്. ഇന്ത്യ ആണെങ്കിൽ ഒരു വിജയത്തിന് ശേഷം. അതുകൊണ്ട് ഇന്ത്യയുടെ എന്താ പറയുക, അമിതമായ ആത്മവിശ്വാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിന് ശരിക്കൊരു റിട്ടേൺ ആയി സെമിഫൈനൽസ് ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടെങ്കിലും അവസാനം അത് ഒപ്പിച്ചെടുത്തതെന്നൊരു തോന്നൽ അവസാനം കിട്ടി. കാരണം ഹർദിക് പാണ്ഡ്യയുടെ ആ 2 സിക്സറാണ് കളിയെ കംപ്ലീറ്റ് മാറ്റിയത്. അതുവരെ ഓസ്ട്രേലിയ ശരിക്കും പ്രഷർ നിന്നായിരുന്നു ഇന്ത്യയുടെ നേതൃത്വം. എന്നാൽ വളരെ ആധികാരികമായ വിജയത്തോടെയാണ് ന്യൂസിലൻഡ് വരവ്. 362 എന്ന കൂറ്റൻ സ്കോർ എടുത്തതിന് ശേഷമാണ് ന്യൂസിലൻഡ് കളിക്കാൻ വരുന്നത്. അപ്പൊ ആ ഒരു ആത്മവിശ്വാസം അവർക്കും ഉണ്ട്. പക്ഷെ ഒരു ഓവറോൾ പിക്ചർ നമ്മൾ എടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്കാണ് മുൻതൂക്കം. കാരണം ന്യൂസിലൻഡ് ഒരു ബോളറിനെ കുറച്ച് അവർക്ക് മാച്ച് ഹെൻറി ഇത്തിരി ഡൗട്ട്ഫുൾ ആണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് വിരാട് കോഹ്ലിയും പരിക്കുണ്ടെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതെ, മാച്ച് ഹെൻറിക്ക് പരിക്കുണ്ടെന്നാണ് വിവരം. അതിന് പകരം അവര് കോൺവേ എടുക്കാൻ പോകുന്നു എന്നൊരു ഇൻഫർമേഷൻ ഞാൻ കാലത്ത് മുതൽ ഇത് ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഓരോ മിനിറ്റും ഓരോ കാര്യങ്ങൾ നോക്കി എനിക്കെല്ലാവരും ഞങ്ങളുടെ ക്രിക്കറ്റിൽ താല്പര്യമുള്ള ആൾക്കാരുടെ ജോലി. അപ്പൊ മാറ്റ് ഹെൻറിക്ക് ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് ഞാൻ നെറ്റിൽ കാണുകയുണ്ടായി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പകരം കോൺവേ കളിക്കാനാണ് സാധാരണ ഒരു ബോളർക്ക് വരെ ഒരു ബാറ്റ്സ്മാൻ. അതായത് അവർ ബാറ്റിംഗ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കുകയാണ്. 7 ബാറ്റ്സ്മാൻ, പിന്നെ ഗ്ലെൻ ഫിലിപ്സ് അസലായിട്ട് ബോൾ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവർക്ക് ബോളറിന് ഒരു ബോളറിന്റെ കുറവ് എന്തായാലും വരാൻ പോകുന്നില്ല. ഫിലിപ്സ് അവർ ഉപയോഗിച്ചിട്ടേ ഇല്ല ബോളർ എന്ന നിലയിൽ. അദ്ദേഹത്തെ അവർ യൂസ് ചെയ്യേണ്ടി വരും. അതും ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ഇതുവരെ ആകെ 2-3 ഓവർ മാത്രം ബോൾ ചെയ്തിരിക്കുന്ന ഗ്ലെൻ ഫിലിപ്സ് ഇന്ന് 10 ഓവർ എറിയാൻ പോയാൽ തീർച്ചയായും അതും ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. മാറ്റ് ഹെൻറിയുടെ ആണ് അവർക്ക് ക്രൂഷ്. കാരണം ഇന്ത്യയുടെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ബോളറാണ് മാറ്റ് ഹെൻറി. ടെസ്റ്റിലായിക്കോട്ടെ, ഏകദിനത്തിലായിക്കോട്ടെ, കഴിഞ്ഞ മത്സരത്തിൽ ആദ്യത്തെ 2 വിക്കറ്റ് എടുത്തത് 10 വിക്കറ്റുകളുണ്ട് ഇതുവരെ ചാമ്പ്യൻസ് ട്രോഫിയിൽ മാറ്റ് ഹെൻറിക്ക്. തീർച്ചയായിട്ടും അത് മാത്രം അവരുടെ ടോപ്പ് ബോളറും കൂടിയാണ്. അദ്ദേഹം ഇഞ്ചോർഡ് ആണ് എന്നൊരു ഇൻഫർമേഷൻ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇല്ലെങ്കിൽ അത് വീണ്ടും ഇന്ത്യക്ക് ഒരു കരുത്തായിരിക്കും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാം. ശ്രീ അജിത് കുമാർ, അതായത് ഈ ഇന്ത്യക്ക് മാത്രം കിട്ടിയ ഒരു മഹാഭാഗ്യമുണ്ടല്ലോ, പാകിസ്ഥാനിൽ പോയില്ല, ഇന്ത്യക്കെതിരെ കളിക്കാൻ ന്യൂസിലാൻഡ് ഇവിടെ വന്നു, തിരിച്ച് അവിടെ പോയി വീണ്ടും കളിച്ചു. ശരിക്കും ഒരു ഹോം ഗ്രൗണ്ട് പോലെ ഇന്ത്യക്ക് മാത്രമായി കിട്ടിയ ഒന്നാണ് ദുബായിലെ പിച്ചുകൾ, ദുബായ് ഗ്രൗണ്ട്. അവിടെ ആകട്ടെ സ്പിന്നിന് അനുകൂലമായ പിച്ചാണ്. പാകിസ്ഥാൻ ഇന്ത്യയോട് വിയർത്തത് നമ്മൾ കണ്ടതാണ്. എല്ലാ ടീമുകളും വലിയ സ്കോറിലേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല. ഒരു അറൗണ്ട് 240, 270 എന്ന നിലയ്ക്കൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെയാണ് 4 സ്പിന്നർമാർ, വരുൺ ചക്രവർത്തി കൂടി വന്നതോടെ കടുപ്പം കൂടിയ ബൗളിംഗ് നിര എന്ന് തന്നെ പറയണം. കാരണം ഏതൊരു ക്യാപ്റ്റനും ഒരുപക്ഷെ ഹർദിക് പാണ്ഡ്യയെ പോലെ ഒരു സ്ട്രൈക്ക് ബൗളർ എന്ന് പറയാനാകാത്ത ഒരാളെ കൂട്ടി 2 പേസ് ബൗളേഴ്സ്, ബാക്കി 4 സ്പിന്നേഴ്സ് എന്ന തലത്തിലേക്ക് പോകുന്നു. ഈ സ്പിൻ വിക്കറ്റ് എന്നത്, ഈ 4 സ്പിന്നർമാരുടെ പെർഫോമൻസ്, ഇതൊക്കെ എത്ര കണ്ട് ഇന്ത്യക്ക് അനുകൂലമാകുന്നുണ്ട്? അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ വിക്കറ്റ് പാകിസ്ഥാനായിട്ടുള്ള മത്സരത്തിൽ കളിച്ച വിക്കറ്റ് ആണെങ്കിൽ
അത് തീർച്ചയായിട്ടും അത് സ്പിന്നിന് വളരെ അനുകൂലമായ ഒരു വിക്കറ്റ് ആയിരുന്നു. നമ്മുടെ സ്പിന്നേഴ്സ് വളരെ നന്നായിട്ട് ബോൾ ചെയ്തല്ലോ പാകിസ്ഥാനായിട്ട്, എല്ലാവർക്കും വിക്കറ്റ് കിട്ടി ആ മത്സരത്തിൽ. അപ്പൊ അങ്ങനെ ഒരു മത്സരമാകുമ്പോൾ അന്ന് വരുൺ കളിച്ചില്ല, അന്ന് വരുൺ കളിക്കാത്ത ദിവസമാണ്. വരുൺ കളിച്ചത് ന്യൂസിലൻഡ് ആയിട്ടാണ്. മറ്റേ 3 സ്പിന്നേഴ്സ് 3 പേർക്കും നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റി. നന്നായിട്ട് നമ്മൾ അക്ഷർ പട്ടേല് എന്താണ് റിസ്വാന്റെ വിക്കറ്റ് എടുത്തൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? ആ ക്ലീൻ ബോൾഡ് ആക്കിയത് ഒരു സെഞ്ചുറി പാർട്ട്ണർഷിപ്പിന് ശേഷം. അപ്പൊ ഇന്ത്യൻ സ്പിന്നേഴ്സാണ് ആ മത്സരത്തിലും ആധിപത്യം പുലർത്തിയത്. അപ്പൊ അതേ വിക്കറ്റിൽ വീണ്ടും ഉണ്ടാകുമ്പോൾ വരുണും കൂടി ഉണ്ടായാൽ സംശയിക്കേണ്ട, നമ്മുടെ ബോളിംഗ് വളരെ കരുത്ത് നേടും. പക്ഷെ ഇത്തവണ കളിക്കുന്നത് ന്യൂസിലൻഡ് ആയിട്ടാണ്. പിന്നെ താങ്കളുടെ ഒരു ഹോം അഡ്വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ വെറുതെ ഒരു വിഷണറി ആയിട്ട് ഞാൻ കാണാറുള്ളൂ. കാരണം ഇവരൊക്കെ ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ആണ്. ഏത് സാഹചര്യത്തിലും നന്നായിട്ട് കളിക്കാവുന്ന പ്ലേയേഴ്സ് ആണ് ഈ ന്യൂസിലൻഡ് എല്ലാ പ്ലേയേഴ്സും. അപ്പൊ അവർക്കൊരു ഹോം അഡ്വാൻറ്റേജ് ഭയങ്കരമായിട്ട് ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം കണ്ടിട്ടുണ്ടോ? ന്യൂസിലൻഡിലെ ഒരൊറ്റ ക്രിട്ടിക്ക് പോലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഞാനത് ശരിക്കും ഒബ്സർവ് ചെയ്തു. ഓസ്ട്രേലിയൻസ് സംസാരിക്കുന്നുണ്ട്, ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നുണ്ട്, പലരും പാകിസ്ഥാനീസ് സംസാരിച്ച് ഇന്ത്യക്ക് ഭയങ്കര അഡ്വാൻറ്റേജ്. പക്ഷെ ഒരൊറ്റ ന്യൂസിലൻഡ് താരമോ പഴയ താരമോ അവരുടെ ഒഫീഷ്യൽസോ ആരും തന്നെ ഇന്ത്യക്ക് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ഒരു ഇന്റർനാഷണൽ ടീം നല്ലൊരു ടീം പെർഫോം ചെയ്യുന്ന ഒരു ടീം ഏത് സാഹചര്യത്തിലും എവിടെയും നന്നായിട്ട് കളിക്കണം. അത് കളിക്കാനുള്ള അതിനുള്ള കഴിവ് ഈ ന്യൂസിലൻഡ് ടീമിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഹോം അഡ്വാൻറ്റേജ് എന്നുള്ളത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നില്ല. തീർച്ചയായിട്ടും ഒരു കാര്യം ഡെഫിനറ്റ് ആണ്, ടീം ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്, അത് സംശയിക്കണ്ട. ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവര് കാരണം കാര്യം ഇന്ത്യ ചേസ് ചെയ്തിട്ട് 2 മത്സരം ജയിച്ചെങ്കിലും ന്യൂസിലൻഡ് ആയിട്ട് ആദ്യത്തെ ബാറ്റ് ചെയ്തിട്ട് ഏറ്റവും കുറവ് ഇന്ത്യ സ്കോർ ചെയ്ത ന്യൂസിലൻഡിനോടാ 249. പക്ഷെ അത് നമ്മൾ അവരെ 205 ഓൾ ഔട്ട് ആക്കി നമ്മൾ 44 റണ്ണിന് വിജയിക്കുകയും ചെയ്തു. അപ്പൊ അന്ന് ശരിക്കും നമ്മൾ സ്പിന്നിന്റെ കാര്യം കണ്ടു. ആദ്യം ബാറ്റ് ചെയ്യുന്നത് തീർച്ചയായും എനിക്കൊരു ടീം 14 തവണ ടോസ് തോറ്റ ഇന്ത്യൻ ക്യാപ്റ്റന്മാർ, അത് 11 തവണ രോഹിത്തും 3 തവണ KL രാഹുലുമാണ്. അപ്പൊ 14 തവണ ടോസ് തോറ്റ ഇന്ത്യൻ ക്യാപ്റ്റൻ ഇന്ന് വിജയിച്ചെങ്കിൽ അതൊരു ക്രൂഷ്യൽ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ആദ്യമായിട്ടുള്ള പറയാനുള്ളത്.